അവിടെ എത്തിയ മനസ്സ് മാറുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത്. എവിടെ നിന്നല്ലേ പറഞ്ഞുതരാം. വേറെ ആരെയല്ല, നമ്മൾ നന്ദഗോവിന്ദ ഭജൻസിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ പോയാലും താമസിച്ചെത്തുന്ന ഞാൻ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി മാത്രം കുറച്ച് നേരത്തെ എത്തി. അങ്ങനെ കിഴക്കേനടയിൽ എത്തിയപ്പോൾ തന്നെ ഒരു ജനസാഗരം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്യൂ ഉണ്ട് കേട്ടോ പ്രോഗ്രാം കാണാൻ. അങ്ങനെ നമ്മൾ ഈ ക്യൂവിൽ കയറി നിന്നു പ്രോഗ്രാം കാണണ്ടേ. അങ്ങനെ നമ്മളൊരു LED വാളിന്റെ അടുത്ത് തന്നെ വന്ന് നിന്നു. കാണാൻ നല്ല വ്യൂ ആയിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്. അവിടെ പിന്നെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ജയചന്ദ്രൻ സാറിന്റെ രണ്ടര മണിക്കൂർ നിന്ന് കാലും നടുവും വേദന എടുത്തെങ്കിലും ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോ എവിടെ പോയെന്നറിയില്ല ആ വേദനയൊക്കെ. പിന്നെ ഒരു പാട്ട് പാടി, നമ്മളെ ദശാവതാര മൂവിയിലെ ഒരു പാട്ടായിരുന്നു. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ ഗൈസ്. ഫീലായിരുന്നു പത്മനാഭന്റെ മണ്ണിൽ വെച്ച് ആ പാട്ട് കേൾക്കാൻ വേണ്ടി. ഒരുതരം റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു. അത് കേട്ട് അനുഭവിച്ച ആൾക്കേ മനസ്സിലാവൂ. 5-6 പാട്ടും കൂടെ കേട്ടിട്ട് നമ്മൾ ഇറങ്ങാൻ നിന്നതാണ്. പക്ഷെ പറ്റുന്നില്ല. ആ പാട്ടുകൾ നമ്മൾ അവിടെ പിടിച്ചു നിർത്തുകയാണ്. ഇപ്പോഴത്തെ തലമുറ ഭക്തിഗാനത്തിന്റെ പുറകെയാണെന്നല്ലേ പറയുന്നത്. അത് ഇവിടെ വന്നാൽ തന്നെ മനസ്സിലാകും അത് എന്തുകൊണ്ടാണെന്ന്. വീണ്ടും നമ്മൾ ഇറങ്ങിയതാണ്. വീണ്ടും ഒരു പാട്ട് കേട്ട് നമ്മൾ നിന്നുപോയി അവിടെ. അതേത് പാട്ടാണെന്ന് നിങ്ങളൊന്ന് കേട്ടിട്ട് വരൂ. എന്നിട്ട് പാട്ടെല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പ്രോഗ്രാം എങ്ങനെയായിരുന്നു ചേട്ടാ? ഒരു രക്ഷയില്ല. അത് കണ്ടും കേട്ടും തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.